സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. സനാതനധർമ്മത്തെയും ചാതുർവർണ്ണ വ്യവസ്ഥയെയും കൂട്ടിയിണക്കാനുള്ള RSS ശ്രമത്തെ VD സതീശൻ വെള്ളപൂശുന്നുവെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. മുഖ്യമന്ത്രിയുടെ ശിവഗിരി പ്രസംഗം കേരളം അംഗീകരിച്ചതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ. മന്നം ജയന്തിക്ക് സതീശനെ ഒഴിവാക്കി ചെന്നിത്തലയെ വിളിച്ചതിൽ G സുകുമാരൻ നായരുടെ വിശദീകരണം. ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് മുദ്രയിലല്ല, രമേശ് ചെന്നിത്തല NSSന്റെ പുത്രനെന്നും G സുകുമാരൻ നായർ. മന്നത്ത് പത്മനാഭൻ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നയിൽ തുടക്കം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കാൻ സർക്കാർ സർവേ നടപടികൾ പുരോഗമിക്കുന്നു. രണ്ടുഘട്ട പുനരധിവാസ പ്രവർത്തനങ്ങളും ഒന്നിച്ചു നടത്തുമെന്ന് മന്ത്രി K രാജൻ. കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ സഹകരണ സംഘം വായ്പാ തട്ടിപ്പിൽ സഹകരണ വകുപ്പിന്റെ നടപടി. ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും 121 കോടിയോളം രൂപ പിഴ ചുമത്തി. ബത്തേരി അർബൻ ബാങ്ക് അഴിമതിയിൽ അന്വേഷണം ഊർജിതം. നിയമന ഇടപാടിലെ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് നൽകിയ ഒരു പരാതി കൂടി പുറത്ത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടി നിക്ഷേപിച്ചു എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തോമസ് ഐസക്. സതീശൻ തെളിവ് ഹാജരാക്കട്ടെ എന്നും തോമസ് ഐസക്. VD സതീശന്റെ ആരോപണത്തിൽ സർക്കാരിനൊന്നും മൂടിവെക്കാനില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ. ഉമാ തോമസ് കലൂരിലെ വേദിയിൽ നിന്ന് വീഴുന്ന നിർണായക ദൃശ്യം പുറത്തുവിട്ട് കൈരളി ന്യൂസ്. റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം MLA 14 അടി താഴ്ചയിലേക്ക് വീഴുന്നത് ദൃശ്യങ്ങളിൽ. ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു ഒരു മരണം. ഒഴുകുപാറയ്ക്കൽ സ്വദേശി ലെനീഷ് റോബിൻസനാണ് മരിച്ചത്. കുണ്ട്ര ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ നാട്ടിലെത്തിച്ചു. അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തി മുങ്ങിയ പടപ്പക്കര സ്വദേശി അഖിലിനെ ശ്രീനഗറിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടപടികൾ തുടരും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി മഞ്ജുനാഥ അഠിക അന്തരിച്ചു. 64 വയസ്സായിരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ 20 വർഷക്കാലം തന്ത്രിയും മുഖ്യ അർച്ചക്കാരനുമായിരുന്നു. നിലവിലെ തന്ത്രിയും മുഖ്യ അർച്ചകനുമായ നിത്യാനന്ദ അഠികയുടെ പിതാവാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ ദിവസങ്ങളിൽ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് സമീപം സുരക്ഷിതമായ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തും. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിളിച്ചു ചേർത്ത പോലീസ് ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ യോഗത്തിലാണ് തീരുമാനം. കണ്ണൂർ മാലൂരിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. വിജയലക്ഷ്മി, പ്രീത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും ബോംബ് സ്ക്വാഡും പ്രദേശത്ത് പരിശോധന നടത്തുന്നതായി റിപ്പോർട്ട്. സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയം, ആത്മീയത തുടങ്ങി പുസ്തക ഭ്രാന്തും പെൺകരുത്തിന്റെ ശബ്ദങ്ങൾ വരെയുള്ള വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കും. ജനുവരി 7 മുതൽ 13 വരെ നിയമസഭാ സമുച്ചയത്തിലാണ് പുസ്തകമേളയുടെ 3ാം പതിപ്പ്. ഏലക്ക വില 4000-ലെത്തി. പുതുവർഷത്തിലെ ആദ്യ ലേലത്തിലാണ് മികച്ച ഇനം ഏലക്കയ്ക്ക് കിലോ 4000 രൂപ എത്തിയത്. ശരാശരി വില 3000 കടന്നു.
CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നശിപ്പിച്ച RSS പ്രവർത്തകൻ പോലീസ് പിടിയിൽ. പൂരപ്പുഴ സ്വദേശി തെക്കേപ്പുറത്ത് ജിഷ്ണുവാണ് താനൂർ പോലീസ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലി ആശുപത്രി വിട്ടു. തലച്ചോറിന് രക്തം കട്ടപിടിച്ച കാംബ്ലി 2 ആഴ്ചയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം കാസർഗോഡ് ഒരുങ്ങുന്നു. 6 വരിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത 66-ലാണ് ഗതാഗത രംഗത്ത് കുതിപ്പേകാൻ ഒറ്റത്തൂൺ മേൽപ്പാലം പൂർത്തിയാവുന്നത്. പുതുവർഷത്തിലും നേട്ടങ്ങൾ കൊയ്ത് കൊച്ചി മെട്രോ. പോയ വർഷത്തെ മെട്രോയുടെ പ്രവർത്തന ലാഭം 22.94 കോടി രൂപ. പുതുവർഷ തലേന്ന് മാത്രം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത് 1.30 ലക്ഷം പേരാണ്. ഈ വർഷം പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 1.5 ലക്ഷത്തിലെത്തിക്കാനാണ് KMRLന്റെ ശ്രമം. PV അൻവർ MLAക്ക് തോക്ക് ലൈസൻസ് നിരസിക്കാൻ 2 കാരണങ്ങളുണ്ടെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് വേണം. എന്നാൽ അപേക്ഷയോടൊപ്പം തോക്ക് ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് PV അൻവർ ഹാജരാക്കിയിട്ടില്ലെന്ന് കളക്ടർ. ആലപ്പുഴയിൽ സന്ധ്യാവിളക്കിൽ നിന്ന് തീ പടർന്ന് വീട് കത്തിനശിച്ചു. ഗ്യാസ് കുറ്റി മാറ്റാനായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. നൂറനാട് കടക്കലയത്ത് വീട്ടിൽ രാജുവിന്റെ വീടിനാണ് തീ പിടിച്ചത്. കുറ്റൂരിൽ റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് വിവിധ കലാപരിപാടികളും കരോക്കെ മ്യൂസിക് നൈറ്റ്സും സംഘടിപ്പിച്ചു. കരളി ന്യൂസ് എഡിറ്റർ PV കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെഡ് സ്റ്റാർ പ്രസിഡന്റ് VP സജീവ് നന്ദിയും പറഞ്ഞു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കോഴിക്കോട് മാറാട് സ്വദേശി പാലയ്ക്കൽ വീട്ടിൽ ദീപുവിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശയിലാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഫീൽഡ് സ്റ്റാഫിനെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ ജനറൽ മാനേജർ അറസ്റ്റിൽ. വയനാട് പൊരുന്നല്ലൂർ സ്വദേശി ഹുബൈലിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പേഴ്സണൽ മീറ്റിംഗ് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വിളിച്ചുവരുത്തി അതിക്രമം നടത്തുകയായിരുന്നു. പുതുവർഷത്തിൽ വനിതാ സുരക്ഷ ഉറപ്പാക്കി ഫെഫ്ക കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ. സിനിമാ മേഖലയിൽ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ചലച്ചിത്ര താരം നിഖില വിമൽ ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കൾക്കൊപ്പം പുതുവത്സരാഘോഷത്തിനിടെ യുവാവ് കൊക്കയിൽ വീണ് മരിച്ചു. കരിങ്കുന്നം മേക്കാട്ടിൽ മാത്യുവിന്റെ മകൻ എബിൻ മാത്യു ആണ് മരിച്ചത്. കാഞ്ഞാർ വാഗമൺ റോഡിൽ പൂത്തേട് വ്യൂ പോയിന്റിൽ നിന്ന് കാൽ വഴുതി കൊക്കയിലേക്ക് വീണാണ് അപകടം. ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ബസ് ജീവനക്കാരിൽ ക്രിമിനലുകളും ഗുണ്ടകളും ഉണ്ടെന്നും ഇത്തരക്കാരെ വച്ചു പൊറുപ്പിക്കില്ലെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിൽ ഡ്രൈവിംഗിൽ തീരെ അച്ചടക്കമില്ലെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. വിവാഹമോചന കേസ് പുരോഗമിക്കവേ ഭർത്താവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ദില്ലിയിലെ കഫേ ഉടമ കൂടിയായ പുനീത് ഖുറാനെയാണ് കല്യാൺ വിഹാറിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിൽ സ്ഥിരമായി യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന റെയിൽവേ ജീവനക്കാരൻ പിടിയിൽ. റെയിൽവേ മെക്കാനിക്കായ സെന്തിൽ കുമാറാണ് പിടിയിലായത്. 6 വർഷക്കാലമായി ഇയാൾ മോഷണം നടത്തിവരികയായിരുന്നെന്ന് പോലീസ്. നിയുക്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. രാജ്ഭവനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സ്ഥാനമൊഴിയുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംബന്ധിച്ചു. ബീഹാറിന്റെ 30ാമത് ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്.
ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിലെ 377 ടൺ വിഷമാലിന്യം 250 കിലോമീറ്റർ അകലെയുള്ള സംസ്കരണ സ്ഥലത്തെത്തിക്കും. ദുരന്തം നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാലിന്യം നീക്കം നടത്താത്തതിനാൽ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ലെന്ന കോൺഗ്രസിന്റെ നിരന്തരമായുള്ള ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് കഴിഞ്ഞ ദിവസം നടത്തിയ ക്ഷമാപണത്തിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ട്വീറ്റിന് മറുപടിയായാണ് പുതിയ പ്രതികരണം. അമ്മയെയും 4 സഹോദരിമാരെയും യുവാവ് കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌ നാക്ക പ്രദേശത്തെ ഹോട്ടൽ ഷരൺജീത്തിലാണ് കൊലപാതകം അരങ്ങേറിയത്. സംഭവത്തിൽ അർഷാദ് എന്ന 24-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റിപ്പബ്ലിക് ദിന പരേഡിനും ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിനുമുള്ള ടിക്കറ്റുകൾ ഇന്നു മുതൽ വിൽപ്പനയ്ക്ക് ലഭ്യമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ആളുകൾക്ക് ഓൺലൈനായോ ഡൽഹിയിലെ നിയുക്ത കൌണ്ടറുകളിൽ നിന്നോ ടിക്കറ്റുകൾ വാങ്ങാമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനുവരി 15-ന് മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിൽ 3 മുൻനിര പോരാളികളെ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് നാവികസേന. നീലഗിരി, അന്തർവാഹിനി, വാക്ഷീർ എന്നിവയെയാണ് കമ്മീഷൻ ചെയ്യുന്നത്. ൽ 7 കോടിയോളം രൂപ വിലമതിക്കുന്ന 200 കിലോയിലധികം മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 8 പാകിസ്ഥാൻ പൌരന്മാർക്ക് തടവ് ശിക്ഷ. മുംബൈയിലെ പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസമാണ് പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് 2 ലക്ഷം രൂപ വിഹിതം പിഴയും ഈടാക്കി. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് പുറത്ത് സ്ഫോടനം. ടെസ്ലയുടെ റൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. സംഭവത്തിൽ ഭീകരാക്രമണ സാധ്യതയെന്ന് പ്രാഥമിക നിഗമനം. ജോർജിയ കോടതിയിലെ ജഡ്ജിയെ കോടതി മുറിയിൽ വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. എഫിംഗ്ഹാം കൌണ്ടി സ്റ്റേറ്റ് കോടതി മുറിയിൽ നിന്നാണ് ജസ്റ്റിസ് യെക്കലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസമാണ് യെക്കലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണെന്ന് പ്രാഥമിക നിഗമനമെങ്കിലും വിശദമായ അന്വേഷണം നടക്കുന്നുവെന്ന് ജോർജിയ പോലീസ്. രാജ്യത്ത് ആരും സമാധാനം സമ്മാനിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ശക്തമായ യുക്രൈന് മാത്രമേ സമാധാനം ഉറപ്പാക്കാനും ലോകമെമ്പാടും ബഹുമാനം നേടാൻ കഴിയുമെന്നും സെലൻസ്കി. US തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് ഇറാനിലെയും റഷ്യയിലെയും സ്ഥാപനങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി US. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ അനുബന്ധ സ്ഥാപനത്തിനും റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയായ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കുമാണ് ഉപരോധം. യുഎസിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ട്രക്ക് പാഞ്ഞുകയറിയുണ്ടായ അപകടത്തിൽ 10 പേർ മരിച്ചു. 30ഓളം പേർക്ക് പരിക്കേറ്റു. തെക്കൻ അമേരിക്ക സംസ്ഥാനമായ ലൂസിയാനയിലെ ന്യൂ ഓർലിയൻസിലാണ് അപകടം. സമൂഹമാധ്യമമായ എക്സിൽ പേര് മാറ്റി ഇലോൺ മസ്ക്. കെക്കിയസ് മാക്സിമസ് എന്നാണ് എക്സിലെ മസ്കിന്റെ പുതിയ പേര്. എക്സിന്റെ ഉടമയായ മസ്ക് പ്ലാറ്റ്ഫോമിലെ തന്റെ പേര് മാറ്റുന്നതിനോടൊപ്പം പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടുണ്ട്. പെപ്പെ ദ ഫ്രോഗ് ആണ് പുതിയ മസ്കിന്റെ പ്രൊഫൈൽ പിക്ചർ. സർക്കാരോ ജുഡീഷ്യറിയോ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് ബംഗ്ലാദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കഴിഞ്ഞ ദിവസം ചിറ്റഗോങ് സർക്യൂട്ട് ഹൌസിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നസീറുദ്ദീൻ ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് മഹാമാരിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്കായി ചൈന രോഗബാധയുടെ വിവരങ്ങൾ കൈമാറണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു. COVID-19 ഉത്ഭവം ചൈനയിൽ നിന്നാണെന്ന ആരോപണങ്ങൾ നിലനിൽക്കെയാണ് രോഗവ്യാപനം, പരീക്ഷണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നത്. താനാണ് റഷ്യയെ രക്ഷിച്ചതെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 1/4 നൂറ്റാണ്ട് ഭരണകാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ റഷ്യക്കാർ അഭിമാനിക്കണമെന്നും പുടിൻ പറഞ്ഞു.
ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ വൻ വിമർശനവുമായി UN മനുഷ്യാവകാശ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തിറങ്ങി. ആശുപത്രികൾക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പലസ്തീൻകാരുടെ ആരോഗ്യ സംവിധാനം പാടെ തകർത്തതായി UN റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ആക്രമണം രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും ആരോപണം. രാജ്യത്ത് പട്ടാള നിയമം നടപ്പാക്കാൻ ശ്രമിച്ചതിന് ദക്ഷിണ കൊറിയയുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോളിനെ അറസ്റ്റ് ചെയ്യാൻ സോൾ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതി അനുമതി നൽകി. ഈ കുറ്റത്തിന് ഇംപീച്ച് ചെയ്യപ്പെട്ട യൂൻ നൽകിയ അപ്പീലിൽ ഭരണഘടനാ കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് അറസ്റ്റിന് അനുമതി. റഷ്യയിൽ നിന്ന് യുക്രൈൻ വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഗ്യാസ് വിതരണം നിർത്തലാക്കുന്നു. റഷ്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് വാതകം കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കേണ്ടതില്ലെന്നാണ് യുക്രൈൻ എടുത്ത നിലപാട്. റഷ്യയുമായി ഉണ്ടായിരുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുക്രൈന്റെ തീരുമാനം. വിപുലമായ ആഘോഷ പരിപാടികളോടെ UAE പുതുവർഷത്തെ വരവേറ്റു. UAEയിലെ വിവിധയിടങ്ങളിൽ കരിമരുന്ന് പ്രയോഗങ്ങൾ നടന്നു. കൈരളി സലാല MT വാസുദേവൻ നായരുടെ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കൈരളി ഹാളിൽ ചേർന്ന യോഗത്തിൽ സലാലയിലെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ പങ്കെടുത്തു. മലയാള മിഷൻ സലാല ചാപ്റ്റർ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കൈരളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മലയാള മിഷനിലെ പഠിതാക്കളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. ഒമാൻ മലയാളം മിഷൻ MT അനുശോചന യോഗം സംഘടിപ്പിച്ചു. മസ്കറ്റിലെ CBDയിലുള്ള അൽ ബാജ് ബുക്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലയാളം മിഷൻ ഒമാൻ ചെയർമാൻ ഡോക്ടർ J രത്നകുമാർ അധ്യക്ഷത വഹിച്ചു. മലയാളം മിഷൻ ഒമാൻ സെക്രട്ടറി അനൂജ് ചന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനുപമ സന്തോഷ് നന്ദിയും പറഞ്ഞു. പ്രതിനായിക കഥാപാത്രമായ ബ്ലാക്ക് മജീഷ്യനായി ബറോസിൽ വരുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ പുരുഷൻ. ജോഷുവ ഒക്കേസലാക്കോ എന്ന മോഡലാണ് സ്ത്രീ കഥാപാത്രമായി വേഷമിട്ടത്. വോഗ് മാഗസിന്റെ കവറിൽ നിന്നാണ് ജോഷുവയെ മോഹൻലാൽ കണ്ടെത്തുന്നത്. ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ നിലവിലെ അവസ്ഥയിൽ നിരാശയും വെറുപ്പുമുണ്ടെന്ന് വെളിപ്പെടുത്തി നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ്. അടുത്ത വർഷം മുംബൈയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് മാറുകയാണെന്നും നടൻ വെളിപ്പെടുത്തി. തെലുങ്ക് ഫാസ്റ്റ് നമ്പറിന് ചുവടുവെച്ച് മലയാളി താരം റബ മോണിക്ക ജോൺ. മാഡ് സ്ക്വയർ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് റബയുടെ ഡാൻസ് നമ്പർ. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഗാനം ട്രെൻഡിംഗ് ചാർട്ടിൽ മുൻപിലാണ്. ഹോളിവുഡ് നടൻ ലിയാനാർഡോ ഡികാപ്രിയോ സ്ക്വിഡ് ഗെയിം 3യിൽ പ്രത്യക്ഷപ്പെടുന്നു. സീരീസ് സ്ട്രീം ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ക്വിഡ് ഗെയിം 3 വേണ്ടി ലിയാനോ ഒരു സർപ്രൈസ് വേഷം ചെയ്യുമെന്നും റിപ്പോർട്ട്. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ആലപ്പുഴ ജിങ്കാനയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. നസ്ലൻ, ഗണപതി, ലുക്മാൻ അവറാൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രങ്ങളിലൊന്നാണ് ടോക്സിക്. കന്നഡ സിനിമയെ പാൻ ഇന്ത്യനാക്കിയ KGF ഫ്രാഞ്ചൈസിയിലെ നായകൻ യാഷ് ആണ് ചിത്രത്തിലെയും നായകൻ. ഇതു മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ സംവിധാനം. പുഷ്പ 2 ദി റൂളിന്റെ ഭരണമായിരുന്നു കഴിഞ്ഞ വർഷത്തെ അവസാന ദിവസവും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ. ബോക്സ് ഓഫീസ് കളക്ഷനിൽ കുതിച്ചുചാട്ടത്തിനായി ഡിസംബർ 31-ന് സാക്ഷ്യം വഹിച്ചത്. ടാക്സിനിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ചിത്രം 7.65 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് വെളിപ്പെടുത്തി കന്നഡ നടൻ ശിവരാജ് കുമാറും കുടുംബവും. ക്യാൻസർ മുക്തനായെന്നും തന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും താരം.
വിശേഷം എന്ന ജനപ്രിയ ചിത്രത്തിനു ശേഷം സ്റ്റെപ്പ് ടു ഫിലിംസ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. ആനന്ദ് മധുസൂദനന്റെ തിരക്കഥയിൽ സൂരജ് സംവിധാനം ചെയ്യുന്ന വണ്ട് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററാണ് പുറത്തിറക്കിയത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ബബ്ബബ്ബ സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തിറക്കി. സിനിമയിലെ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്കാണ് അണിയറക്കാർ റിലീസ് ചെയ്തത്. പോക്കോ X7, പോക്കോ X7 Pro എന്നീ സ്മാർട്ട് ഫോണുകൾ ജനുവരി 9 ലോഞ്ച് ചെയ്യുമെന്ന് റിപ്പോർട്ട്. വീണ്ടും ചാർജ് ചെയ്യാതെ ദിവസം മുഴുവൻ ഉപയോഗിക്കാമെന്ന വാഗ്ദാനവുമായാണ് പോക്കോ പ്രോ മോഡൽ അവതരിപ്പിക്കുന്നത്. iOS ഡിവൈസുകളാണ് ഫിഷിംഗ് അറ്റാക്കുകൾക്ക് എളുപ്പത്തിൽ വിധേയമാക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ഫിഷിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ 473 ദശലക്ഷം പ്രശ്നകരമായ വെബ്സൈറ്റുകൾക്ക് ലുക്കൌട്ട്. ഗാലക്സി S25 സീരീസിൽ കാർ ക്രാഷ് ഡിറ്റക്ഷൻ ഫീച്ചർ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഒരു അപകടമുണ്ടായാൽ പ്രാഥമിക സഹായം എത്തിക്കുക എന്നതാണ് ഈ ഫീച്ചർ ലക്ഷ്യമിടുന്നത്. ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളും ദിവസം 2 GB ഡാറ്റയുമായി BSNL. പ്രത്യേക പ്രൊമോഷണൽ ഓഫറിന്റെ ഭാഗമായാണ് BSNL 2399 രൂപയുടെ പ്ലാനിൽ 30 ദിവസത്തെ എക്സ്ട്രാ വാലിഡിറ്റി കൂടി ഉൾപ്പെടുത്തി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.